സങ്കടം വന്നാൽ ഭക്ഷണം കഴിക്കുന്ന കുറേ ടീംസിനെയൊക്കെ നമുക്കറിയാം അല്ലേ. പക്ഷെ സന്തോഷം വന്നാലാ ഭക്ഷണമല്ല, അവൾ മധുരമാണ് കഴിക്കുക. ഇതിന്റെ സൈഡിലിരിക്കുന്ന ആ ഒരു മേഴ്സലീസ് ഐസ്ക്രീം അറിയോ, നമ്മളുടെ ആ ഒരു ദുൽഖർ സൽമാന്റെ. എനിക്ക് നാട്ടിൽ നിന്നുണ്ടല്ല നേരിട്ട് ഇങ്ങോട്ട് ആശാന അയച്ചു തന്നതാണ്. കാരണം എന്താണ്, നമ്മളുടെ ഇവിടെ ഈ ചക്കപ്പഴത്തിന്റെ ഐസ്ക്രീം ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. അത് മാത്രമല്ല, ഈ ചക്കക്കുണ്ടല്ലോ, ചക്കപ്പഴം എന്ന് പേര് വന്നത് എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും അറിയോ? അത് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം, എനിക്ക് ഭയങ്കര ബുദ്ധിയാണല്ല. അപ്പോൾ നമ്മളുടെ സാധനം കണ്ടോട്ടാ, പാനിലോട്ട് ബട്ടർ ഇട്ടിട്ടെ അതിൻ്റെ അകത്തേക്ക് കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ ജസ്റ്റ് തന്നെ സോട്ട് ചെയ്തെടുക്കുക. പിന്നെ പഴം ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. എന്നാലാണ് ഈ പഴം വെന്ത് വരുമ്പോൾ ഒന്ന് അങ്ങോട്ട് മുട്ടാണ്ടിരിക്കുള്ളൂ. അതിന് കുനൂനാന്നൊക്കെ അരിഞ്ഞാലുണ്ടല്ലോ ആകെപ്പാടെ കെട്ടിപ്പിടിച്ച് ഒരൊറ്റ അപ്പം പോലെ ആയിപ്പോവും. അത് വേണ്ട. ഈ പഴവും കൂടെ ഒന്നങ്ങോട്ട് മൂത്ത് വന്നാൽ കുറച്ചധികം തേങ്ങ 2 ഏലക്ക ചതച്ചും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്തോ. ഇനി ഇത് സെർവ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടല്ലോ ഇതിൻ്റെ ചൂടൊന്നും അങ്ങോട്ട് വിട്ടോട്ടെ കേട്ടോ, എന്നിട്ട് മാത്രം സെർവ് ചെയ്താൽ മതി. എന്നാലല്ലേ നമ്മളുടെ ഐസ്ക്രീമൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമ്മളെ ചക്കൻ്റെ ഐസ്ക്രീം, അതേപോലെ തന്നെ കരിക്കിൻ്റെ ഐസ്ക്രീം, ഇതൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ ഐസ്ക്രീമൊക്കെ വേണമെങ്കിൽ നമ്മുടെ സൗദിയിലും ഇപ്പോൾ ഇത് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാലല്ലോ പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് ആണ്. അതും നല്ലൊരു ഹെൽത്തി ഓപ്ഷൻ ആണല്ലോ. പിന്നെ അത് മാത്രമല്ല, ഒരു എക്സ്ട്രാ കളറോ ഫ്ലേവറോ ആ വക സാധനങ്ങളൊന്നും ഇവർ ചേർത്തിട്ടില്ല. 100% മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം തന്നെയാട്ടോ ഇത്. റിയൽ ആയിട്ടുള്ള ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. പിന്നെ ആർക്കെങ്കിലും ഒക്കെ ഈ ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ റിയാദിലുള്ള സൂപ്പർ മാർക്കറ്റിലോട്ടൊക്കെ വിട്ടോ, സാധനം അവൈലബിൾ ആണ്.